ഹലോ നമസ്കാരം. ആയുർവേദം ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ സെറിൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോഡിയം ലെവല് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞാൽ ശരീരം കാണിക്കുന്ന ചില ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ സോഡിയം ലെവല് നമുക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് എന്തൊക്കെ ഒറ്റമൂലികൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും, അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണത്തിൽ എന്തൊക്കെ നിയന്ത്രണം വരുത്തണം, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഇന്ന് ഈ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ പൂർണ്ണമായിട്ട് കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പൊ സോഡിയം ലെവൽ എന്ന് പറയുന്നത്, നമ്മുടെ സോഡിയം എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോലൈറ്റ് ആണ്. നമ്മുടെ ശരീരത്തില് ആവശ്യമായിട്ടുള്ള ഒരു ഇലക്ട്രോലൈറ്റ് ആണ് സോഡിയം. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിലുള്ള ഒരുപാട് ഫങ്ഷൻസ് നിയന്ത്രിക്കാനായിട്ട് നമുക്ക് സോഡിയത്തിന് സാധിക്കും. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഫസ്റ്റ് പരിചയപ്പെടാം. ഏറ്റവും ആദ്യത്തത് തലച്ചോറിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കാനായിട്ട് സോഡിയം സഹായിക്കും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഫ്ലൂയിഡ്, നമ്മുടെ ശരീരത്തിലുള്ള ഫ്ലൂയിഡ്സിന്റെ ഒക്കെ ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് ഈ സോഡിയം എന്ന ഇലക്ട്രോലൈറ്റ് സഹായിക്കും. അതുപോലെ തന്നെ മസിൽസിനെയൊക്കെ നല്ല രീതിയിൽ ഫങ്ഷനിങ് ചെയ്യാനായിട്ട് ഈ സോഡിയം സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് രക്തസമ്മർദ്ദം നിയന്ത്രിച്ചു കൊണ്ടുവരാനായിട്ട് നമുക്ക് ഈ ഒരു സോഡിയം എന്ന ഇലക്ട്രോലൈറ്റ് സഹായിക്കുന്നതാണ്. അപ്പൊ ഇതിന് ഒരു ഒട്ടനവധി ഫങ്ഷൻസ് നമ്മുടെ ശരീരത്തിൽ ചെയ്യേണ്ട ചില ഫങ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സംഭവിക്കും. അപ്പോൾ ഇതിന്റെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് ഒരു 135 തൊട്ട് 145 വരെയുള്ള ക്യൂബിക് ആ ഒരു രീതിയിലുള്ള അളവാണ് നമുക്ക് നോർമൽ ആയിട്ട് വേണ്ടത്. പക്ഷെ നമുക്ക് ഈ ഒരു 130 താഴേക്ക് ഈ ലെവല് നോർമൽ റേഞ്ചിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് ശരീരത്തിൽ ചില ലക്ഷണങ്ങൾ കാണിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ അത് ഏതൊക്കെയാണെങ്കിൽ ശരീരത്തിൽ ഭയങ്കരമായിട്ട് ഹെവിനെസ്, അതുപോലെ ഭയങ്കര ക്ഷീണം, മയക്കം, അതുപോലെ തന്നെ നമുക്ക് പറയുന്ന സംസാരത്തിൽ ഉണ്ടാകുന്ന ചില ഒരു കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത, അതായത് നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക സമയത്ത് നമുക്ക് പിന്നെ സംസാരിക്കാൻ പറ്റാതെ വരിക, അതുപോലെ ഇറലവന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുക, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒരു വ്യക്തത ഇല്ലാതിരിക്കുക, അതുപോലെ കൈയും കാലൊക്കെ കുഴയുക, അതുപോലെ ഛർദ്ദിക്കാനായിട്ട് വരിക, ഓക്കാനം വരിക, പിന്നെ അതുപോലെ തന്നെ നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ശരീരത്തില്, ഇപ്പം നമുക്ക് അപസ്മാരം പോലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വരിക, ശരീരം വേദന എടുക്കുക, അതുപോലെ മൂഡ് സ്വിങ്സ് വരിക, ഇറിറ്റബിലിറ്റി വരിക, അങ്ങനെ മൊത്തത്തില് നമുക്ക് ശരീരത്തിൽ ഒരുപാട് ലക്ഷണങ്ങൾ കാണിക്കുന്നതാണ്. അപ്പൊ നമ്മളിത് പലപ്പോഴും ചില ആളുകൾ ഇത് ഇഗ്നോർ ചെയ്യും. അത് സാരില്ല, ശരിയായിക്കോളും എന്ന് വിചാരിച്ച് ഇഗ്നോർ ചെയ്യും. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇത് ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ശരീരത്തിൽ പിന്നെ ഈ സോഡിയം നമ്മൾ എത്രയൊക്കെ സോഴ്സ് ചെയ്ത് നമ്മൾ കൊടുത്താലും ഇത് നമ്മുടെ ശരീരം അക്സെപ്റ്റ് ചെയ്യാത്തൊരു ലെവലിലെത്തും. അതായത് അത്രയും താഴേക്ക് നമ്മുടെ സോഡിയം ലെവല് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ മരണത്തിന് വരെ കാരണമായേക്കാം. അതായത് കോമ സ്റ്റേജിലെത്തി മരിക്കാൻ വരെ പേഷ്യൻസ് ആകുന്നതായിട്ട് കാണപ്പെടാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോകേണ്ടതാണ്, വൈദ്യനിർദ്ദേശം തേടേണ്ടതാണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഇതിന് കാരണങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഈ സോഡിയത്തിന്റെ അളവ് കുറഞ്ഞു പോകുന്നത്? ഇത് കാരണം എന്ന് വെച്ചാല് നമ്മുടെ സോഡിയത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നത് നമ്മുടെ ബ്രെയിനിലുള്ള ഹൈപ്പോ തലാമസ്, അഡ്രീനൽ ഗ്ലാൻഡ്, കിഡ്നി, ഇവയൊക്കെയാണ് നമ്മുടെ ഈ സോഡിയത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സോഡിയം ഇതിനൊക്കെ ക്ഷതം വരികയാണ്, ഹൈപ്പോ തലാമസിനോ അല്ലെങ്കിൽ അഡ്രീനൽ ഗ്ലാൻഡിനോ കിഡ്നിക്കോ ഒക്കെ ക്ഷതം വരികയാണെങ്കിൽ നമുക്കിത് ഉത്പാദിപ്പിക്കപ്പെടാതെ വരും. സോഡിയം അങ്ങനെ കൃത്യമായിട്ട് കിട്ടാതെ വരും, അതിന്റെ അളവ് കുറഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ കാണും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പ്രായം കൂടുമ്പോൾ, ഇപ്പൊ ശരീരത്തിൽ പ്രായം കൂടുമ്പോൾ നമ്മുടെ പല കാര്യങ്ങളും ശരീരത്തിലെ പല ഫംഗ്ഷനിങ്ങും കൃത്യമായിട്ട് നടക്കില്ല. അപ്പൊ അതിന്റെ ഭാഗമായിട്ടൊക്കെ സോഡിയം എന്ന ഇലക്ട്രോലൈറ്റിന്റെ അളവ് കുറഞ്ഞു പോകുന്നതായിട്ട് കാണാറുണ്ട്. അതുപോലെ ജലാംശം കുറയുന്ന അവസരത്തില് ശരീരത്തിൽ തീരെ ജലം ഇല്ലാത്ത അവസ്ഥയിലൊക്കെ നമുക്കിത് ബുദ്ധിമുട്ട് വരാറുണ്ട്. അതുപോലെ വൃക്ക തകരാറിലാകുമ്പോൾ ഇത്തരം പ്രശ്നം വരും. പിന്നെ പ്രഷറിനൊക്കെ നമ്മൾ ചില കണ്ടിന്യൂസ് ആയിട്ട് ലൈഫ് ലോങ് മരുന്ന് കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഹൃദ്രോഗത്തിനും നമ്മൾ മരുന്ന് കഴിക്കുന്ന രോഗികളുണ്ട്. അപ്പൊ അത്തരം ആളുകളിലൊക്കെ ചില സമയത്ത് ഈ സോഡിയത്തിന്റെ അളവ് ഗണ്യമായിട്ട് കുറഞ്ഞു പോകുന്നതൊക്കെ കാണപ്പെടാറുണ്ട്. ഓക്കെ. പിന്നെ ലിവറിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ കൊണ്ടും നമുക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അതുപോലെ തന്നെ നമുക്ക് ചെറിയ തോതിലൊക്കെ കുറവ് വരികയാണെങ്കിൽ എങ്ങനെ നമുക്ക് ഇതിനെ പിടിച്ചു കെട്ടാനായിട്ട് പറ്റും? ഇപ്പൊ ചെറിയ തോതിൽ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 135 താഴെയൊക്കെ വരുന്നു, 130 കഷ്ടിയുണ്ട്, ആ രീതിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉപ്പിട്ട കഞ്ഞിവെള്ളമൊക്കെ കൊടുക്കാം.
ഉപ്പിട്ട കഞ്ഞിവെള്ളം കൊടുക്കാം. അതുപോലെ തന്നെ മോരും വെള്ളം കൊടുക്കാം, ഉപ്പിട്ട മോരും വെള്ളം കൊടുക്കാം. അതുപോലെ കരിക്ക് വെള്ളം കൊടുക്കാം, നാരങ്ങ വെള്ളം, ലെമൺ ജ്യൂസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് പെട്ടെന്ന് പറ്റും. അതുപോലെ അതിസാരം ഛർദിയൊക്കെ കാണുന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഉപ്പും പഞ്ചസാരയും കലർത്തി ചേർത്ത പാനീയം കൊടുക്കാം. ഉപ്പും പഞ്ചസാരയും ചേർക്കണം, എന്നിട്ടുള്ള പാനീയം കൊടുക്കാം. പിന്നെ ഉരുളക്കിഴങ്ങ്, പിന്നെ നമ്മള് ഫുഡിൽ എന്തൊക്കെ നിയന്ത്രണം വരുത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കഴിക്കാനായിട്ട് പറയുക. അതുപോലെ വെജിറ്റബിൾസ്, ഇലക്കറികള്, അതുപോലെ നീളമുള്ള പച്ചക്കറികൾ, ഇപ്പൊ വെണ്ടക്കായ, മുരിങ്ങക്കായ, അത്തരം നീളമുള്ള വാഴപ്പിണ്ടി പോലത്തെ സംഭവങ്ങൾ നന്നായി കഴിക്കാനായിട്ട് ഫുഡിൽ ഉൾപ്പെടുത്താനായിട്ട് പറയാം. ബ്രോക്കോളി, അത്തരം പിന്നെ ഫ്രൂട്ട്സ്, എല്ലാത്തരം ഫ്രൂട്ട്സും കഴിക്കാവുന്നതാണ്. കാര്യം ജലാംശം കുറഞ്ഞു പോകുന്നു. അപ്പൊ ജലാംശം നന്നായിട്ട് വർദ്ധിപ്പിക്കാനായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യണം ബോഡി, അത് ആവശ്യമാണ്. അതിനുവേണ്ടി ഇത്തരം കാര്യങ്ങളൊക്കെ കഴിക്കുക. പിന്നെ ചീരയില, മുരിങ്ങയില, മാംസം ഒക്കെ കഴിക്കാവുന്നതാണ്. മത്സ്യം, ഇതൊക്കെ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് ഡയറ്റില്. ഓക്കെ. പിന്നെ ശരിയായിട്ടുള്ള വ്യായാമം ആവശ്യമാണ്. പല ആൾക്കാർക്കും വ്യായാമ കുറവും സോഡിയം കുറയാനായിട്ട് കാരണമാകാറുണ്ട്. അപ്പൊ നല്ല രീതിയിൽ വ്യായാമം ചെയ്യുക, കുറച്ച് 30 മിനിറ്റ് നടക്കാനായിട്ട് ശ്രമിക്കുക. അതൊക്കെ നമുക്ക് ഈ ഒരു സോഡിയം നിയന്ത്രിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വാഴപ്പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ് ഈ സോഡിയം ലെവല് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് വാഴപ്പഴത്തിൽ. കാരണം വാഴപ്പഴത്തിൽ പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നുണ്ട്. പൊട്ടാസ്യത്തിന്റെ അളവ് കൂടുതലാണ് വാഴപ്പഴത്തിൽ. അതുകൊണ്ട് തന്നെ സോഡിയത്തിന്റെ അളവ് ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് ഈ വാഴപ്പഴം കഴിക്കുന്നത് കൊണ്ട് സാധിക്കും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നുണ്ട്, ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് പേഷ്യന്റ് നല്ല ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഒട്ടും വൈകിപ്പിക്കരുത്, ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കുക. നമ്മുടെ ആയുർവേദത്തിലും ഇതിന് ചികിത്സയുണ്ട്, ഔഷധങ്ങളുണ്ട്. അത് ഓരോ അവസ്ഥ അനുസരിച്ചും ദോഷപ്രകൃതി അനുസരിച്ചും ശരീരപ്രകൃതി അനുസരിച്ചും ലക്ഷണങ്ങൾ അനുസരിച്ചുമാണ് നമ്മൾ നിർദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു സൈഡ് ഇഫക്റ്റും ഇല്ലാതെ നമുക്ക് സോഡിയത്തിനുള്ള ഔഷധങ്ങളുണ്ട്, സോഡിയം നിയന്ത്രിച്ച് കൊണ്ടുപോകാനുള്ള ഔഷധങ്ങളുണ്ട്. അത് നമ്മളെ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിർദ്ദേശിച്ച് തരാനും സാധിക്കും. ഓക്കെ. അപ്പൊ അങ്ങനെ താല്പര്യമുള്ളവര് നമ്മളെ താഴെ കാണുന്ന ക്ലിനിക് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ എന്തെങ്കിലും ഓൺലൈൻ കൺസൾട്ടേഷനോ ഡയറക്റ്റ് ആയിട്ടുള്ള കൺസൾട്ടേഷനോ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ക്ലിനിക് നമ്പറുമായിട്ട് ബന്ധപ്പെടാനും ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ. അപ്പൊ താങ്ക് യു സോ മച്ച്. നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി. ബൈ.